എരുമേലിയിൽ നിന്ന് വന്ന വാർത്ത ഇന്നലെ നമ്മളെ ഞെട്ടിച്ചു. ഒരു കുടുംബത്തിലെ 3 പേർ വീടിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത വാർത്തയാണ് ഇന്നലെ നമ്മളെ ഞെട്ടിച്ചത്. ഒരിക്കൽ കൂടി പറയട്ടെ, ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമേ അല്ല. കോട്ടയം എരുമേലിയിൽ തീ കൊളുത്തി മരിച്ച 3 പേരുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്നാണ് നിലവിൽ പോലീസിന്റെ നിഗമനം. ഇന്നലെ ഉച്ചയോടെയാണ് എരുമേലിയിലെ കനകപ്പാലത്തെ വീടിന് തീപിടിച്ചത്. അഞ്ജനയുണ്ട് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി. അഞ്ജന, ഗുഡ് മോർണിംഗ്. അഞ്ജന, ഈ എരുമേലിയിലെ ഇന്നലത്തെ സംഭവത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കുടുംബ പ്രശ്നങ്ങളാണ്, മകളുടെ പ്രണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു വിഷയം. അതിൽ അമ്മ എന്തോ ആത്മഹത്യ ചെയ്യാൻ പോയി, അതിന് തടയാൻ ശ്രമിച്ചവരാണ് ഈ തീയിൽ വെന്തു മരിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മകൻ ഇപ്പോഴും ആശുപത്രിയിലാണെന്നും കേൾക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഈ സത്യഭാമയാണോ ആത്മഹത്യ ചെയ്യാൻ പോയത്? അരുൺകുമാർ, ഞാനിപ്പോഴുള്ളത് എരുമേലി കനകമ്പലത്തെ വീടിന് മുൻപിലാണ്. ഈ വീട്ടിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് 12:45 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. മകളുടെ പ്രണയവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അയൽവാസികൾ അടക്കം പറയുന്നത്. ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് ഇവിടുത്തെ വീട്ടമ്മയായ സീതമ്മ ഇങ്ങനെ ഒരു കൃത്യത്തിന് മുതിർന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 4 പേരാണ് ഈ വീട്ടിൽ താമസമുണ്ടായിരുന്നത്. സത്യപാലനും ഭാര്യ സീതമ്മയും 2 മക്കളുമാണ്. അഞ്ജലി, ഉണ്ണി എന്ന 2 മക്കളുമാണ്. ഇതിൽ 3 പേരിപ്പോൾ മരിച്ചിട്ടുണ്ട്. ഉണ്ണിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. ഉണ്ണിക്ക് വലിയ കാര്യമായി തന്നെ പൊള്ളലേൽക്കാത്തത് കൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യത തന്നെയാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ നാളായി സന്തോഷകരമായി തന്നെ ഈ പ്രദേശത്ത് താമസിക്കുകയാണ് എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ പ്രണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമേ ഈ സമീപകാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ജനറേറ്റർ ഓപ്പറേറ്ററാണ് സത്യപാലൻ. അതിനാൽ തന്നെ അതിന്റെ സാമഗ്രികളെല്ലാം തന്നെ വീട്ടിലുണ്ട്. അങ്ങനെയുള്ള ഡീസൽ ഉപയോഗിച്ചാണ് ഇങ്ങനെ ഒരു കൃത്യത്തിന് മുതിർന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേട്ടാ, ഈ സത്യപാലനെയും കുടുംബത്തെ നേരത്തെ അറിയാവുന്നതാണ്? അറിയാവുന്ന. ഇവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായിട്ട് അറിയോ? പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഈ ചെറുക്കനുമായിട്ട് വിഷയം ഉണ്ടായിരുന്നു. ഉള്ളത് പറയാണ്, ഇവരുടെ പണികാരനാണ്. മറ്റേ ഈ പ്രേമമുള്ള ചെറുക്കൻ. എന്നപ്പോൾ ഈ പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് വർഷങ്ങളായിട്ട് ഇവരുടെ പ്രേമം ഉണ്ടായിരുന്നതാണ്. അതിന്റെ പേരിൽ വഴക്കൊക്കെ ഉണ്ടായിരുന്നു? വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സത്യപാലന്റെ കൂടെ നേരത്തെ ജോലി ചെയ്തിരുന്ന ആളുമായാണ് മകൾക്ക് പ്രണയമുണ്ടായിരുന്നത്. ഇത് ഈ കുടുംബം അറിയുന്നത് സമീപകാലത്താണ്. അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഒരു കൃത്യത്തിന് മുതിരാനുള്ള കാരണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടക്കും. കോട്ടയം മെഡിക്കൽ കോളേജിൽ 3 പോസ്റ്റ്മോർട്ടം നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ എരുമേലി പോലീസ് ഇന്ന് ഈ സംഭവ സ്ഥലത്തെത്തി കൂടുതൽ പേരുടെ മൊഴിയെടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇന്നലെ പ്രാഥമിക അന്വേഷണം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. അരുൺ, അഞ്ജന, ഈ ആശുപത്രിയിൽ കഴിയുന്ന സഹോദരന്റെ, അതായത് ഈ മരിച്ച സത്യപാലന്റെയും സീതമ്മയുടെയും മകന്റെ അവസ്ഥ എന്താണ്? അരുൺകുമാർ, ഉണ്ണി എന്നാണ് ഈ മകന്റെ പേര്. 19 വയസ്സാണ് പ്രായം. കാര്യമായ പൊള്ളൽ ഏറ്റിരുന്നില്ല. കാലിനാണ് പൊള്ളൽ ഏറ്റിരിക്കുന്നത്. അതിനാൽ തന്നെ രക്ഷപ്പെടും എന്ന് തന്നെയാണ് ഡോക്ടർമാരടക്കമുള്ളവർ പറയുന്നത്. വലിയ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ വരും ദിവസങ്ങളിൽ തന്നെ ആശുപത്രി വിടാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, താങ്ക് യു. അഞ്ജനയാണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരിക്കൽ കൂടി പറയട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം വീട്ടിലുണ്ടായാൽ അതിന് ആദ്യത്തെ പരിഹാരമോ അവസാനത്തെ പരിഹാരമോ അല്ല ആത്മഹത്യ എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ആ കുടുംബത്തിലെ 3 പേരാണ് ഒറ്റയടിക്ക് തീയിൽ വെന്തു മരിച്ചത്. പ്രണയ വിഷയമായിരുന്നു. ആ പ്രണയം വീട്ടുകാർ അംഗീകരിക്കാത്തതും അതിനെ തുടർന്നുള്ള തർക്കവുമായിരുന്നു കാരണമെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അത് ആ കുട്ടിയുടെ താല്പര്യമാണല്ലോ. പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണെങ്കിൽ ആ പ്രണയത്തെ അവർ അംഗീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു വേണ്ടത്. നിർഭാഗ്യവശാൽ അച്ഛനും അമ്മയും ആ കുട്ടിയും മരിച്ചു. സഹോദരൻ ആശുപത്രിയിലുമാണ്. എരുമേലിയിൽ നിന്നാണ് വന്നത്. ഇത്തരം സംഭവങ്ങളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകുമ്പോൾ പലപ്പോഴും നമ്മൾ വൈകാരികമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്, അല്ലേ? മകൾക്കൊരു പ്രണയമുണ്ട് എന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവം, ഭൂമി ഇടിഞ്ഞുപോയി, അങ്ങനെയൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല. ഇക്കാലത്തൊക്കെ സ്വാഭാവിക. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്, എൻ്റെ ഗേൾ ഫ്രണ്ട് എൻ്റെ അടുത്ത് ചില കാര്യങ്ങൾ ചോദിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാത്രി വന്ന് അമ്മമാരടുത്തൊക്കെ പറയുന്ന മക്കളെയൊക്കെ കാണാം. അതേപോലെ എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന് പെൺകുട്ടികൾ വന്ന് പറയുന്നതും ഒക്കെ സർവ്വസാധാരണമാണ് ഇക്കാലത്ത്. അതിലൊന്നും വലിയ സംഭവങ്ങളല്ല. ഇതൊക്കെ ഈ പുതിയ കാലമല്ലേ? ഇതൊക്കെ കണ്ട് ഞെട്ടിത്തിരിക്കാനും ആത്മഹത്യ ചെയ്യാനും പോകുന്ന നമ്മളെ പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും അത് വലിയ സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് കോട്ടയത്ത് നിന്നും വന്നത്. പ്രിയപ്പെട്ട